നാളെ ഉദ്ധാന ഏകാദശിയാണ്. ഭഗവാന്റെ സ്മരണയിൽ ഭഗവാന്റെ ഭക്തിയുത സേവനം നിർവഹിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സമയമാണ്. നമ്മുടെ ശരീരത്തെ പൂർണ്ണമായിട്ടും ഭഗവാന്റെ സേവനത്തിൽ ഉൾപ്പെടുത്താൻ പറ്റിയ മഹത്തായിട്ടുള്ളൊരു ദിവസമാണ് നാളെ. ഉദ്ധാന ഏകാദശിയാണ്. ഭഗവാൻ 4 മാസത്തെ യോഗനിദ്രയ്ക്ക് ശേഷം ഉണർന്നെഴുന്നേൽക്കുന്ന ദിവസമാണ് നാളെ ഉദ്ധാന ഏകാദശി. അപ്പോൾ അത് കാർത്തിക മാസത്തിലെ അവസാനത്തെ ഏകാദശി എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ പത്മപുരാണത്തിലെ തനിക്ക് 4 കാര്യങ്ങൾ പ്രിയപ്പെട്ടതാണ് എന്ന് പറയുന്നുണ്ട്. അതിൽ 2 കാര്യങ്ങൾ ഒരുമിച്ച് വരുന്നതാണ് ദാമോദര മാസത്തിലെ ഏകാദശി. അപ്പോൾ ഭഗവാൻ പറയുന്നു, തിഥികളിൽ വനസ്പതീനാം തുളസി മാസാനാം കാർത്തിക പ്രിയ ഏകാദശി തിഥീനാം സ്ഥാവരാനാം ദ്വാരക മമ. ഭഗവാൻ പറയുന്നു, വനസ്പതീനാം തുളസി, ചെടികളിൽ എനിക്ക് പ്രിയപ്പെട്ടത് തുളസിയാണ്. തിഥികളിൽ എനിക്ക് പ്രിയപ്പെട്ടത് ഏകാദശിയാണ്. മാസങ്ങളിൽ എനിക്ക് പ്രിയപ്പെട്ടത് കാർത്തിക മാസമാണ്. സ്ഥലങ്ങളിൽ എനിക്ക് പ്രിയപ്പെട്ടത് എൻ്റെ ദ്വാരകയാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ഭഗവാൻ പറയുന്ന 2 കാര്യങ്ങൾ ഒരുമിച്ച് വരുന്ന ദിവസമാണ് നാളെ, ഏകാദശിയും കാർത്തിക മാസവും. അപ്പോൾ കാർത്തിക മാസത്തിലെ അവസാനത്തെ ഏകാദശിയാണ് ഉദ്ധാന ഏകാദശി. മാത്രമല്ല ഭീഷ്മ പഞ്ചക ദിവസങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാർത്തിക മാസത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ ഇപ്പോൾ നമ്മുടെ ഈ ദുഃഖാലയമാകുന്ന ഈ ലോകത്തിൽ നിന്ന് നമ്മുടെ ഈ ദുരിതപൂർണമായിട്ടുള്ള ശരീരം ഉപയോഗിക്കാൻ ഭഗവാനെ സേവനം ചെയ്യാനായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സമയമാണ്. അപ്പോൾ അത് പരമാവധി പ്രയോജനപ്പെടുത്താം. എല്ലാവർക്കും ഉദ്ധാന ഏകാദശി ആശംസകൾ. അപ്പോൾ ഭഗവാന്റെ സേവനത്തിൽ മുഴുകാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ.